ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. ഫോർഫീച്ചർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ഡ്യൂ ടു ദി നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ആൻഡ് കോൾ മണി. അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ ഷെയർ ഹോൾഡർ അടയ്ക്കാത്തതുകൊണ്ട് കമ്പനി ആ ഷെയർ ഹോൾഡറിൻ്റെ ഷെയർസ് ക്യാൻസൽ ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് ആക്ച്വലി നമ്മൾ ഫോർഫീച്ചർ എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസ് അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ അടയ്ക്കാത്തതുകൊണ്ട് ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ജേർണൽ എൻട്രീസ്. അതിൽ 2 കേസസ് ആണുള്ളത്. അലോട്ട്മെൻറ്റ് മണിയുടെ ഒപ്പമാണ് നമ്മൾ പ്രീമിയം അടയ്ക്കുന്നത്. സോ അലോട്ട്മെൻറ്റ് മണിയും അടയ്ക്കുന്നില്ല, കോൾ മണിയും അടയ്ക്കുന്നില്ല. അതായത് കമ്പനിക്ക് പ്രീമിയം കിട്ടാത്ത കേസിൽ വരുന്ന ജേർണൽ എൻട്രി ആണ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെറ്റർ, ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്, ടു ഷെയർ കോൾ അക്കൗണ്ട്, ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റലിൽ എന്താണ് എഴുതുക? ഇത്രയും കാലം നമ്മൾ വിളിച്ചിട്ടുള്ള എമൗണ്ട് എത്രയാണോ കമ്പനി കോൾഡ് അപ്പ് ചെയ്ത് ആ എമൗണ്ട് ഷെയർ ക്യാപിറ്റലിൽ എഴുതുക. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നമ്മൾ പ്രീമിയം എത്ര രൂപ അടച്ചിട്ടില്ല ആ രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ എഴുതുന്നു. ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്, അതായത് അലോട്ട്മെൻറ്റ് മണി ഇൻക്ലൂഡിങ് ദി പ്രീമിയം എത്രയാണോ നമ്മൾ അടയ്ക്കാത്തത് അത് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതുക. ടു ഷെയർ കോൾ അക്കൗണ്ട്, കോൾ മണി എത്രയാണോ നമ്മൾ അടയ്ക്കാത്തത് അത് ഷെയർ കോൾ അക്കൗണ്ടിൽ എഴുതുന്നു. ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്, അതായത് ആ ഷെയറിന് ഇത്രയും കാലം എത്ര രൂപ കിട്ടി അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ എഴുതുന്നത്. ഇത് പ്രീമിയം കിട്ടാത്ത കേസിലാണ് ഈ ജേർണൽ എൻട്രീസ് വരിക. ഇനി നെക്സ്റ്റ്, പ്രീമിയം കിട്ടും പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, കോൾ മണിയാണ് പേ ചെയ്യാത്തത്. അതായത് അലോട്ട്മെൻറ്റ് മണി നമ്മൾ അടച്ചിട്ടുണ്ട്, കോൾ മണി നമ്മൾ പേ ചെയ്തിട്ടില്ല. സോ പ്രീമിയം നമുക്ക് അലോട്ട്മെൻറ്റ് മണിയുടെ ഒപ്പം തന്നെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ കേസിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ടു ഷെയർ കോൾ അക്കൗണ്ട്, ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്, ഇങ്ങനെയാണ് ജേർണൽ എൻട്രി വരിക. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എത്രയാണോ കോൾഡ് അപ്പ് ചെയ്തിട്ടുള്ള ആ എമൗണ്ട് എഴുതുക. ടു ഷെയർ കോൾ അക്കൗണ്ട്, അതിൽ കോൾ മണി എത്രയാണോ അടയ്ക്കാത്തത് ആ രൂപ എഴുതുക. ദെൻ ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ഇത്രയും കാലം ആ ഷെയറിന് എത്ര രൂപ കിട്ടി, പ്രീമിയം ഒഴികെ, അതായത് പ്രീമിയം നമ്മൾ കൂട്ടാൻ പാടില്ല, എക്സ്ക്ലൂഡിങ് ദി പ്രീമിയം ഒഴികെ ആ ഷെയറിന് ഇത്രയും കാലം എത്ര രൂപ കിട്ടി അത് നമ്മൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ എഴുതും. ഇതാണ് സെക്കൻഡ് കേസ്. ആദ്യം പ്രീമിയം കിട്ടാത്ത കേസ്, സെക്കൻഡ് പ്രീമിയം കിട്ടുമ്പോഴുള്ള കേസ്. ഇനി നമുക്കിത് റിലേറ്റഡ് ആയിട്ടൊരു പ്രോബ്ലം ചെയ്യാം. അതായത് AB ലിമിറ്റഡ് 5000 ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത്. 10 രൂപയാണ് അതിൻ്റെ ഫേസ് വാല്യൂ, 2 രൂപയാണ് പ്രീമിയം. സോ 10 + 2 12 റുപ്പീസാണ് ഷെയറിൻ്റെ പ്രൈസ്. 3 രൂപ അപ്ലിക്കേഷൻ മണി ആയിട്ട് അടയ്ക്കുന്നു, 4 രൂപ അലോട്ട്മെൻറ്റ്, അതിൽ 2 രൂപ പ്രീമിയമാണ്, ഇൻക്ലൂഡിങ് ദി പ്രീമിയം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 + 2 എന്നുള്ളതാണ് അലോട്ട്മെൻറ്റിൻ്റെ സിറ്റുവേഷൻ. 3 രൂപ ഫസ്റ്റ് കോള്, 2 രൂപ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. രാജുവിന് 50 ഷെയർസാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 കേസസ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ കേസിലും ഫോർഫീറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള ജേർണൽ എൻട്രീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് എന്താണ്? ഇഫ് മിസ്റ്റർ രാജു ഫെയിൽ ടു പേ ദ അലോട്ട്മെൻറ്റ് മണി ആൻഡ് ഹിസ് ഷെയർസ് വർ ഫോർഫീറ്റഡ്. അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടില്ല, അലോട്ട്മെൻറ്റിൻ്റെ ഒപ്പമാണ് എന്ത്? പ്രീമിയം ഉള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചിട്ടുള്ള ജേർണൽ എൻട്രിയാണ് ഇവിടെ വരിക. അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടില്ല, അപ്പോൾ ഷെയർ ഫോർഫീറ്റ് ചെയ്തു. അപ്പോൾ ജേർണൽ എൻട്രി എങ്ങനെയാണ്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെറ്റർ, ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്, ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റലിൽ എന്ത് എഴുതുക? എമൗണ്ട് കോൾഡ് അപ്പ്, ഇത്രയും കാലം വിളിച്ച എമൗണ്ട്. ഏതൊക്കെയാണ് വിളിച്ചത്? അപ്ലിക്കേഷൻ മണിയും വിളിച്ചിട്ടുണ്ട്, അലോട്ട്മെൻറ്റ് മണിയും വിളിച്ചിട്ടുണ്ട് അല്ലേ? പ്രീമിയം ഉൾപ്പെടാനും പാടില്ല. അപ്പോൾ അപ്ലിക്കേഷൻ മണി 3 രൂപ, അലോട്ട്മെൻറ്റ് മണി 4 ആണ്, അതിൽ 2 പ്രീമിയമാണ്. അപ്പോൾ 3 + 2 5, അതാണ് 50 × 5 250 റുപ്പീസ്. ദെൻ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്, പ്രീമിയം എത്ര രൂപ അടയ്ക്കാത്തത്? 2 രൂപ വെച്ചിട്ട് അടച്ചിട്ടില്ല. സോ 50 × 2 100. ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്, അലോട്ട്മെൻറ്റ് എത്ര രൂപയാണ്? ഇൻക്ലൂഡിങ് ദി പ്രീമിയം 4 രൂപയാണ് അല്ലേ? 50 × 4 200. ദെൻ ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്, ഈ ഷെയറിന് ഇത്രയും കാലം എത്ര രൂപ കിട്ടി? അലോട്ട്മെൻറ്റ് മണി മുതൽ അടച്ചിട്ടില്ല, അപ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ മണി കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്ലിക്കേഷൻ മണി എത്രയാണ്? 3 രൂപ. അപ്പോൾ 50 × 3 150 രൂപ. ഇതാണ് ഫസ്റ്റ് കേസിലുള്ള ജേർണൽ എൻട്രി. അതായത് അലോട്ട്മെൻറ്റ് മണി അടയ്ക്കാതെ നമ്മൾ എന്ത് ചെയ്തു? ആ 50 ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുമ്പോൾ വരുന്ന ജേർണൽ എൻട്രി. ഇനി സെക്കൻഡ് കേസ് നോക്കാം. If Mr. Raju failed to pay the allotment money and
on his subsequent failure to pay the first call, his shares were forfeited. അലോട്ട്മെൻറ്റ് മണിയും അടച്ചില്ല, കോൾ മണിയും അടച്ചില്ല, രണ്ടും അടച്ചില്ല. അതും നമ്മൾ ഫസ്റ്റ് പഠിച്ച ജേർണൽ എൻട്രി തന്നെയാണ്. അതായത് അലോട്ട്മെൻറ്റ് മണിയുടെ ഒപ്പം പ്രീമിയം ഉണ്ട്, പ്രീമിയം അടച്ചിട്ടില്ല, കോൾ മണിയും അടച്ചിട്ടില്ല. അപ്പോൾ ആ ഷെയർ ഫോർഫീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ജേർണൽ എൻട്രി എന്ന്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെറ്റർ, ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്, ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്, ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ ഇത്രയും കാലം എത്ര രൂപയാണ് നമ്മൾ വിളിച്ചത്? 3 രൂപ അപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ് പ്രീമിയം ഇല്ലാതെ 2 രൂപ, ഫസ്റ്റ് കോള് 3 രൂപ. സോ മൊത്തം 8 രൂപ. 50 × 8 400. ദെൻ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഇത്രയും കാലം നമ്മൾ എത്ര രൂപ പേ ചെയ്തിട്ടില്ല പ്രീമിയം ആയിട്ട്? 2 രൂപ വെച്ച് പേ ചെയ്തിട്ടില്ല. 50 × 2 100. ദെൻ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. അലോട്ട്മെൻറ്റ് എത്ര അടയ്ക്കാത്ത? പ്രീമിയം ഉൾപ്പെടെ 4 രൂപ അടച്ചിട്ടില്ല. 50 × 4 200. ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. ഫസ്റ്റ് കോൾ എത്ര രൂപ അടച്ചിട്ടില്ല? 3 രൂപ വെച്ചിട്ട് 50 ഷെയറിന് നമ്മൾ പേ ചെയ്തിട്ടില്ല. 50 × 3 150. ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഈ ഷെയറിന് എത്ര രൂപ കിട്ടി? അലോട്ട്മെൻറ്റും അടച്ചിട്ടില്ല, ഫസ്റ്റ് കോളും അടച്ചിട്ടില്ല. സോ അപ്ലിക്കേഷൻ മണി മാത്രമല്ലേ കിട്ടിയുള്ളൂ. അപ്ലിക്കേഷൻ മണി ആയിട്ടുള്ള 3 രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സോ 50 × 3 150. ഇതാണ് സെക്കൻഡ് കേസ്. ഇനി മൂന്നാമത്തെ നോക്കാം. If Mr. Raju failed to pay the first call and on his subsequent failure to pay the final call, his shares were forfeited. അതായത് ഫസ്റ്റ് കോളും അടച്ചിട്ടില്ല, സെക്കൻഡ് കോളും അടച്ചിട്ടില്ല, ഷെയർ ഫോർഫീറ്റ് ചെയ്തു. അപ്പോൾ എന്താണ്? അലോട്ട്മെൻറ്റ് പേ ചെയ്തിട്ടുണ്ട്, പ്രീമിയം അടച്ചിട്ടുണ്ട്. ഇത് സെക്കൻഡ് കേസാണ്. ഫസ്റ്റ് കോൾ പേ ചെയ്തിട്ടില്ല, സെക്കൻഡ് കോൾ പേ ചെയ്തിട്ടില്ല, ഷെയർ ഫോർഫീറ്റ് ചെയ്യുക. അപ്പോൾ ജേർണൽ എൻട്രി വരിക. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്, ടു ഷെയർ സെക്കൻഡ് കോൾ അക്കൗണ്ട്, ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റലിൽ ഇത്രയും കാലം നമ്മൾ എത്ര രൂപ വിളിച്ചു? അപ്ലിക്കേഷൻ മണി 3 രൂപ, ദെൻ അലോട്ട്മെൻറ്റ് പ്രീമിയം ഇല്ലാതെ 2, ഫസ്റ്റ് കോൾ 3, സെക്കൻഡ് കോൾ 2, ടോട്ടൽ 10 രൂപ. 50 × 10 500. ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. ഫസ്റ്റ് കോൾ എത്ര രൂപ അടച്ചിട്ടില്ല? 3 രൂപ വെച്ച് അടച്ചിട്ടില്ല. 50 × 3 150. ടു സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. സെക്കൻഡ് കോൾ നമ്മൾ എത്ര രൂപ അടച്ചിട്ടില്ല? 2 രൂപ വെച്ചിട്ട് അടച്ചിട്ടില്ല. അപ്പോൾ 50 × 2 100. ദെൻ ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഈ ഷെയറിന് ഇത്രയും കാലം പ്രീമിയം ഒഴികെ എത്ര രൂപ കിട്ടി? അതായത് അപ്ലിക്കേഷൻ മണി 3 രൂപ കിട്ടി, അലോട്ട്മെൻറ്റ് മണി 4 രൂപയാണ്, അതിൽ 2 രൂപ പ്രീമിയമാണ്. അലോട്ട്മെൻറ്റ് മണി കിട്ടിയിട്ടുണ്ടല്ലോ. സോ 3 + 2 5 5 രൂപയാണ് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് കോൾ മുതലാണ് അടയ്ക്കാത്തത് അല്ലേ. അപ്പോൾ അപ്ലിക്കേഷൻ മണി 3 രൂപ കിട്ടിയിട്ടുണ്ട്, അലോട്ട്മെൻറ്റ് മണി 4-ൽ 2 രൂപ പ്രീമിയമാണ്, പ്രീമിയം ഒഴികെ 2 രൂപ. അപ്പോൾ 3 + 2 5 5 രൂപയാണ് ഇത്രയും കാലം കിട്ടിയത്. അപ്പോൾ 50 × 5 250. സോ ഇതാണ് ഫോർഫീച്ചറിൻ്റെ ഡിഫറെൻറ്റ് കേസസ്. അതായത് നമ്മൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉള്ള ഷെയർ ഫോർഫീറ്റ് ചെയ്താൽ വരുന്ന ജേർണൽ എൻട്രീസ്.